വെൽക്കം ബാക്ക്. ഇന്ന് ഞാനൊരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആണ് ചെയ്യുന്നത്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് പോവാണ് ഞാൻ. അപ്പോൾ സാധാരണ പോലെ തന്നെ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ഞാൻ സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ടാണ് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു സെറമാണ്, സ്നെയിൽ സെറം. ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ എല്ലാവരും അതൊന്ന് പോയി കാണുക. നല്ല പ്രൊഡക്റ്റാണ്, നല്ല റിവ്യൂ ഒക്കെ ഉള്ള പ്രൊഡക്റ്റാണ്. അപ്പോൾ ഒന്നും ഞാൻ പറയുന്നില്ല, അപ്പോൾ വീഡിയോ പോയി കാണുക. നല്ല റിസൾട്ടുള്ള പ്രൊഡക്റ്റാണ്. അതിനുശേഷം ഞാനൊരു മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. ഒരു വിരലിനുള്ള അളവിന് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് മോയ്സ്ചർ ചെയ്യുന്നുണ്ട്. പിന്നെ അതിനുശേഷം ഞാൻ സൺസ്ക്രീമാണ് യൂസ് ചെയ്യുന്നത്. സെയിം ബ്രാൻഡിൻ്റെ തന്നെ മോയ്സ്ചറൈസറും സൺസ്ക്രീമും കേട്ടോ. അത് ഞാൻ 2 ഫിംഗർ റൂളാണ് യൂസ് ചെയ്യുന്നത്, 3 ഫിംഗർ അല്ല. എന്നിട്ട് ഞാനത് 3 വിരലിലോട്ടും ആക്കിയിട്ട് നന്നായിട്ട് തേച്ച് കൊടുക്കുക ചെയ്യുന്നത്. ഇതിങ്ങനെ വൈറ്റ് കളറിൽ ഇങ്ങനെ ഉണ്ടെന്നെങ്കിലും വൈറ്റ് കാസ്റ്റ് ഒന്നും തീരെ ഇല്ല കേട്ടോ. ഞാനൊന്ന് കണ്ണാടി നോക്കി അതൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് നല്ല സ്കിന്നിനെ അബ്സോർബ് ആക്കിയിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മൂസ് ക്രീം, ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്ന് കാണണം. പിന്നെ ഞാൻ ലിപ് ബാം തേക്കുന്നുണ്ട്. ഡ്രൈ ആയിട്ടുള്ള ലിപ്സൊക്കെ ഉള്ളവർക്ക് നല്ലതാണ്. അതിനുശേഷം ഞാൻ ഐബ്രോസാണ് എഴുതുന്നത്. ഞാനിത് പുതുതായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയതാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു റിവ്യൂ ഞാൻ ചെയ്യാം. അപ്പോൾ വീഡിയോ വേണം എന്നുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യൂ. ഓക്കെ, ഞാനിതിൻ്റെ വീഡിയോ എന്തായാലും ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ 2 ഐബ്രോസും എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഐ ഷാഡോ ആണ് യൂസ് ചെയ്യുന്നത്. ഞാനൊരു റെഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെ അത്ര റെഡാക്കിയിട്ട് എഴുതുന്നില്ല, ഒന്ന് ലൈറ്റാക്കിയിട്ട് ഐ ഷാഡോ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുകളിലും താഴെയായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് കണ്ണൊന്ന് എടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഡാർക്ക് സർക്കിളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഐ ഷാഡോ ഒക്കെ ഒന്ന് ജസ്റ്റ് തേച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് മറഞ്ഞ് നിൽക്കും, അതിന് വേണ്ടിയിട്ട്. അതിനുശേഷം ഞാനൊരു ഡാർക്ക് ഷെയ്ഡ് എടുത്തിട്ട് കണ്ണിൻ്റെ സൈഡിലായിട്ടും കൊടുക്കുന്നുണ്ട്. കുറച്ചൊന്ന് കണ്ണിനൊരു പ്രൊജക്ഷനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അത് നല്ലതായിരിക്കും, അങ്ങനെ സൈഡിലൊരു ചെറിയ ഡാർക്ക് ഷെയ്ഡ് കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ഐ ഷാഡോവിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. അടുത്തത് നമ്മൾ ഐലൈനർ എഴുതാൻ പോവുകയാണ്. നന്നായിട്ടില്ലേ ഐ ഷാഡോ? ഓക്കെ. ഐലൈനർ എഴുതുന്നതിന് മുന്നേ കണ്ണൊന്ന് ടൈറ്റ് ലൈൻ ചെയ്യുന്നുണ്ട്. ഞാൻ താഴെ മുകളിലായിട്ട് ഐലിഡിൽ എഴുതുന്നുണ്ട്. എനിക്ക് അങ്ങനെ എഴുതാനാണ് ഇഷ്ടം എപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് എഴുതാറ്. എന്നിട്ട് അതിന് ശേഷം ഞാൻ ഐലൈനർ പെന്ന് ഉപയോഗിച്ചിട്ട് കണ്ണെഴുതി കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഒരു ചെറിയൊരു കുഞ്ഞ് വാലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ഈ ഒരു കുഞ്ഞ് മിറർ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. എനിക്ക് അങ്ങനെ എഴുതിയ ഒരു ശീലമല്ല, എനിക്കിങ്ങനെ കണ്ണിൻ്റെ മുകളിൽ ഇങ്ങനെ പിടിച്ചിട്ടൊക്കെ എഴുതിയ ശീലം. എന്നാലും ഞാൻ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം മസ്കാര യൂസ് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. നല്ലോണം കേൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് കോട്ടൊന്നും ഇട്ട് കൊടുക്കുന്നില്ല, ഒരു 2 ലെയറൊക്കെ ആയിട്ട് ചെയ്യുന്നുള്ളൂ. ശേഷം ഞാൻ ഒരു പൊട്ട് വെച്ച് കൊടുത്തു. ഒരു കറുപ്പ് പൊട്ടാണ്, അപ്പോൾ അതൊക്കെ ഇഷ്ടമായില്ല. അപ്പോൾ ഞാനൊരു കല്ല് ഉള്ള ഒരു പൊട്ട് വെച്ച് കൊടുത്തു. അപ്പോൾ കുഴപ്പമില്ലാന്ന് തോന്നി. പിന്നെ അതിന് ശേഷം ഞാൻ ഹെയർ എന്ത് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. ഞാൻ ലിപ്സ്റ്റിക്ക് ഇടണമെന്ന് വിചാരിച്ചു, പക്ഷെ ഞാൻ മറന്നു ഗൈസ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനൊരു ലൈറ്റ് ഷെയ്ഡ് ലിപ്സ്റ്റിക്ക് എടുത്ത് ബ്ലഷായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് 2 കവിളിലും. മറ്റ് കവിൾ ഞാൻ കുത്ത് ഇടാത്തത് എന്താ വെച്ചാൽ ഇങ്ങനെ ഉണങ്ങിപ്പോവും, വേഗം ഡ്രൈ ആവും. അപ്പോൾ ഞാൻ അതിനനുസരിച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് മൂക്കിലും തടിയിലൊക്കെ ആയിട്ട് ഇട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്ട്രോപ്പ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. കുറച്ചൊന്ന് നമ്മുടെ ഫേസ് ഒന്ന് ഹൈലൈറ്റ് ആയി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഞാൻ ഐബ്രോൻ്റെ താഴേക്ക് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മൂക്കിലും കവിളിലും താടിയിലും നെറ്റിയിലൊക്കെയാണ് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഹൈലൈറ്റ് ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാൻ എന്തൊക്കെയാണ് ഓർണമെൻറ്റ്സ് വേറെ ഇതൊന്ന് കാണിക്കുന്നത്. കമ്മലിട്ടു. ഞാൻ സാധാരണ യൂസ് ചെയ്യുന്ന പോലെ തന്നെ മാല, വാച്ച്, ബ്രേസ്ലെറ്റ് സിമ്പിളായിട്ടാണ് ഞാൻ ചെയ്തത്. പിന്നെ അതിന് ശേഷം എനിക്ക് ബോധം ഉദിച്ചു ഗൈസ്, ഞാൻ മുടി കെട്ടാൻ പോവുകയാണ്. ജസ്റ്റ് ഒരു പോണിറ്റെയിൽ, അത്ര തന്നെ ഉള്ളൂ. ഞാൻ അങ്ങനെ ഹെയർ സ്റ്റൈൽസ് ഒന്നും പരീക്ഷിക്കുന്ന ആളല്ല, എനിക്ക് വേണ്ടിയിട്ട് കേട്ടോ. എനിക്കതിന് വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ജസ്റ്റ് ഒരു പോണിറ്റെയിൽ കെട്ടി. പിന്നെ ഞാൻ പുതിയ ചെരുപ്പ് വാങ്ങിയ ഗൈസ്, അതിൻ്റെ പട്ടിഷയാണ് ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ട് ഇടുകയാണ് ഞാൻ ആ ചെരുപ്പ്. ഓക്കെ, അങ്ങനെ ഇട്ടു. ലാലലല്ലോ. അതിന് ശേഷമാണ് എനിക്ക് ഓർമ്മ വന്നത് ഗൈസ്, ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് നിങ്ങളത് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ ടോപ്പ് ഞാൻ മീഷോന്ന് വാങ്ങിയതാണ്. ഒരു ജീൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടമായോ ഗായ്സ്? ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ ബൈ.